എന്ന് പറഞ്ഞതുപോലെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കാര്യം ഓർത്തോണം, ഈ തണ്ടുതുറപ്പം പുഴുവാകുന്ന പിശാച് നിന്റെ അകത്ത് കയറിയിരുന്ന് നിന്റെ നന്മയെ തടയുന്ന, നിന്റെ നന്മയെ കിട്ടുന്ന അവസ്ഥ വരാതിരിക്കുവാൻ എപ്പോഴും പരിശുദ്ധാത്മാവിൽ അതേ നിയന്ത്രിക്കപ്പെട്ട വ്യക്തിയായിരിക്കണം, ദൈവാത്മാവിൽ നിയന്ത്രിക്കപ്പെട്ട വ്യക്തിയായിരിക്കണം. ഇല്ല എങ്കിൽ അവൻ കയറും. ഇനിയും ഈ തണ്ടുതുറപ്പുഴൊക്കെ വരും നമ്മൾ സാധാരണ ചെയ്യാറുള്ളതാണ് എന്താ, വല്ലതും പുരുടാനടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വിഷദ്രാവ് അടിച്ചാൽ മതി. എന്നാൽ ഈ പാർട്ടി പോകണമെങ്കിൽ പുരുടാനടിച്ചാലൊന്നും പോകത്തില്ല. ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ, യേശുക്രിസ്തുവിൻ്റെ രക്തമെന്ന ആ ഒരൊറ്റ സിദ്ധൌഷധമല്ലാതെ വേറെ ഒന്നും ഇതിനെ നശിപ്പിച്ച് കളയുകയില്ല. അതുകൊണ്ട് യേശുവിൻ്റെ രക്തം പറയാമെങ്കിൽ എന്ത് ചെയ്തല്ല, ഇത് കയറത്തില്ല. ഇനി വേറൊന്നുകൂടെ ഞാൻ പറയാം, ഈ രക്തം എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഇവ ഞാൻ ദൈവസന്ധി പ്രാർത്ഥിച്ചൊരു ആളുടെ ശരീരത്തിൽ പ്യാജ് ഇറങ്ങി. ആ പ്യാജിൻ്റെ അലറി ഇങ്ങോട്ട് ഇളകി. അത് അവർ നേരത്തെ ഇരിക്കുമ്പോഴും രക്തം 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 എപ്പോഴും പറയും. ഇത് താഴെ വീണ് കിടന്നുകൊണ്ടും രക്തം 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 പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, നീ ഏത് രക്തമായി പറയുന്നത്? ഉടനെ പറഞ്ഞു, ആ കാൽവറിയിലെ യേശുവിൻ്റെ രക്തമൊന്നുമല്ല ഞാൻ പറയുന്നത്. പിന്നെ ഇവിടെ പോത്തിനും ഉണ്ട്, കാളയ്ക്കും ഉണ്ട്, കോഴിക്കും ഉണ്ട് രക്തം, ഞാൻ അതിലാന്ന്. അപ്പോഴേ 1000 പ്രാവശ്യം രക്തം രക്തം എന്ന് പറയുന്നതല്ല, ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി അത് യേശുക്രിസ്തുവിൻ്റെ രക്തമെന്ന് പറയുവാൻ. അത് യേശുക്രിസ്തുവിൻ്റെ രക്തമെന്ന് പറയുവാൻ എനിക്കും നിങ്ങൾക്കും എന്നുണ്ടായിരിക്കണം, ഒരു നല്ല തൻ്റെ ഒരു പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം. അതെ, ഞാൻ എപ്പോഴും ഞാൻ പറയുന്ന ഭാഷയുണ്ട്, അതെ, വെറുതെ കുത്തിയിരുന്നോണ്ട് രക്തം 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 എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല. ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, ആ രക്തത്തിൻ്റെ ഉടമസ്ഥൻ്റെ പേര് കാണണം. അതെ, യേശുക്രിസ്തുവിൻ്റെ രക്തം, യേശുക്രിസ്തുവിൻ്റെ രക്തം. ഞാൻ അടുത്ത ഭാഗം നീക്കട്ടെ. ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങനെ ദൈവം സൃഷ്ടിച്ചു. അതിഭയങ്കരമാകുന്ന രീതിയിൽ ഒറ്റ വാക്കിനാൽ നിർമ്മിച്ചിരിക്കുന്നതാണ് എൻ്റെ കർത്താവ്. ഇതിനെ ഫ്രീസലോ ബിഗ് ബാഗ് സിദ്ധാന്തമോ ഏത് സിദ്ധാന്തം കൊണ്ടുവന്നു കഴിഞ്ഞാലും ഇതിനിട്ടൊന്നും ചെയ്യാൻ സാധ്യമല്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതാകുന്ന സ്പീഡ്, അതിൻ്റേതാകുന്ന ഓരോന്നും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ചിലപ്പോൾ അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ ഒരു വാൽനക്ഷത്രം വേഗം ഇങ്ങോട്ട് വരുന്നുണ്ട്, 2 മണിക്കൂർ കഴിയുമ്പം ഭൂമിയെ ഇടിച്ച് നിരപ്പാക്കും എന്നും പറഞ്ഞ് എന്തെല്ലാം പരിപാടിയാണ്. നമ്മളെല്ലാം നോക്കിയിരിക്കും, ഇപ്പോൾ ഇടി നടക്കുമെന്നും വെച്ച്. പിറ്റേ ദിവസം രാവിലെ പേപ്പറിലെ ടി വിക്ക് അത് കാണാം, അത് അതിലേവിടെ ഒരു വേറെ വഴിയെ പോയെന്ന്. പ്രൈസ്തലോ, ഇതിനെ നിയന്ത്രിക്കുന്നവൻ യേശുവാ. പ്രൈസ്തലോ, കർത്താവ് അത് വേണ്ട പോലെ നിയന്ത്രിക്കും. ഇവിടെ ആരും പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഒറ്റ വാക്കാണ് ഈ കാണുന്നതാകുന്ന ഈ നക്ഷത്രങ്ങൾ മുഴുവനും. ആ ദൈവത്തോടാണ് നമ്മൾ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട, കർത്താവേ എനിക്ക് നാഴി അരി വേണം, ഒരു ജോലി വേണം, ഒരു വീട് വേണം, ഒരു വണ്ടി വേണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, കർത്താവേ എന്നെ രാജുവിനെ അനുഗ്രഹിക്കുന്നു എന്ന് നീ പറയരുത്. കാരണം പറഞ്ഞു പോയാൽ അനുഗ്രഹം ഭൂമി കൊള്ളത്തില്ല. അതുകൊണ്ട് ദൈവദാസന്മാരൊക്കെ പറഞ്ഞതുപോലെ ഞാനും പറയാ, ദൈവമേ ഒന്നോർക്കേണമേ. പ്രൈസ്തലോ, ഒന്നോർക്കേണമേ. ഒരൊറ്റ വാക്ക് മാത്രം മതി, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ രണ്ടാമത്തെ വാക്ക് പറയട്ടെ. പിന്നെ നോക്കുമ്പോൾ ഭൂമി കൊണ്ട് വെള്ളം നിറഞ്ഞു കിടക്കുക, മൊത്തം ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന സമയത്ത് കർത്താവ് പറയുകയാണ്, വെള്ളം ഒരു വശത്തേക്ക് മാറട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ. 2 പദവും പ്രയോഗിച്ചു. വെള്ളം ഒരു വശത്തേക്ക് മാറട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്നെ കർത്താവ് പറഞ്ഞപ്പോൾ തന്നെ വെള്ളം ഒരു വശത്തേക്ക് മാറിക്കഴിഞ്ഞു. കിർലോസ്കറിന്റെ മോട്ടോർ വെച്ച് അടിച്ചെന്നല്ല കാണുന്നത്, വെള്ളം ടപ്പെന്ന് അടിച്ചങ്ങ് മാറിക്കഴിഞ്ഞു. ഉണങ്ങിയ നിലം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം, ഈ വെള്ളത്തിന്റെ കൂടെ ദൈവം സമുദ്രം എന്ന് പേർ വിളിച്ചു. ചിലപ്പോൾ ദൈവദാസന്മാരിങ്ങനെ പറയുന്നൊരു ഭാഷയുണ്ട്, ദൈവത്തിന്റെ കൈ നിനക്ക് ഭാരമാകും എന്നൊരു ഭാഷ സാധാരണ ഉപയോഗിക്കുന്നുണ്ട്. നീ സ്നാനപ്പെട്ടില്ല എങ്കിൽ, ദൈവിക വ്യവസ്ഥയ്ക്ക് ജീവിച്ചില്ല എങ്കിൽ ദൈവത്തിന്റെ കൈ നിനക്ക് ഭാരമാകും എന്നൊരു പദം സാധാരണ പറയാറുണ്ട്. അത് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ ദൈവത്തിന്റെ കൈയുടെ വലിപ്പം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ. അതിനിങ്ങനെ അതിൻ്റെ അർത്ഥം കൊണ്ടുവരിക. ഇപ്പോൾ നാം ഈ സമുദ്രത്തിൽ കിടന്ന വെള്ളത്തിന് ഏകദേശം ഒരു കണക്കുണ്ട്. ആ കണക്ക് ഇങ്ങനെയാണ്, 12,500 ലക്ഷം മൈൽ ചുറ്റളവിൽ വെള്ളം കിടപ്പുണ്ടെന്നാണ്. അപ്പോൾ 12,500 ലക്ഷം മൈൽ ചുറ്റളവിൽ വെള്ളം ഇപ്പോൾ കിടപ്പുണ്ടെന്ന് കണക്കുണ്ട്, അറിയപ്പെടാത്ത വെള്ളം വേറെ. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കർത്താവ് പറഞ്ഞ ഭാഷ ശ്രദ്ധിക്കുക, ഭൂമിയിലെ പൊടിയെ നാഡിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങളെ ത്രാശിന്മേൽ തൂക്കി നോക്കുകയും സമുദ്രത്തിലെ വെള്ളത്തെ ഉള്ളം കൈയിൽ കോരിയെടുക്കുകയും ചെയ്യുന്നവനല്ലോ യഹോവ. അപ്പോൾ ചിന്തിക്കണം, സമുദ്രത്തിലെ വെള്ളത്തെ ഉള്ളം കൈയിൽ കോരിയെടുക്കുന്നവനല്ലോ യഹോവ.
അപ്പോൾ ഇന്ന് കിട്ടിയ നമ്മുടെ കണക്കനുസരിച്ച് 12,500 ലക്ഷം മൈൽ ചുറ്റളവിൽ കിടക്കുന്ന വെള്ളം എൻ്റെ കർത്താവിൻ്റെ കൈക്കകത്ത് കൊള്ളാനുള്ളൂ എന്ന്. ആ കൈ ശ്രദ്ധിക്കണം, ആ കൈ നിനക്ക് ഭാരമെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ രക്ഷപ്പെടും? ഞാൻ വിളിച്ചു പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ആർക്കും, ഈ ഭൂമിയിലുള്ള ഒരു കുഞ്ഞുങ്ങൾക്കും ദൈവമേ ആ കൈ ഭാരമാകരുതേ, പിന്നെയോ ആ കൈ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി ഭവിക്കണമേ എന്നുള്ള പ്രാർത്ഥനയിലായിരിക്കാൻ ദൈവവൈതലേ. അപ്പോൾ 12,500 ലക്ഷം മൈൽ ചുറ്റളവിൽ കിടക്കുന്നതായ ആ വെള്ളം മുഴുവനും എൻ്റെ കർത്താവിൻ്റെ കൈക്കകത്ത് കൊള്ളാനുള്ളൂ എങ്കിൽ ആ കൈയാണ് എന്നെയും നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ കൈയാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കണം. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ആ കയ്യിലാണ് ഗോകുൽത്തായുടെ കുലക്കളത്തിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ വെച്ച് ആണി അടിക്കപ്പെട്ട കൈ. ആ കൈയാണെന്ന് ഓർമ്മയുണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ പൈതല്. പ്രൈസ് ദി ലോർഡ്. ആ കൈയാണ് എന്നെ സൃഷ്ടിച്ചത്, നിങ്ങളെ സൃഷ്ടിച്ചത്. അപ്പോൾ വെള്ളം അങ്ങനെ ഉണ്ടായി, ഒറ്റയടിയാ 12,500 ലക്ഷം മൈൽ ചുറ്റളവ് വെള്ളം ഇപ്പോൾ കിടക്കുന്നു. അറിയപ്പെടാത്ത വെള്ളം വേറെ കിടക്കുന്നു. ഇനി ഈ വെള്ളത്തിനൊന്നുമില്ല. ഒരു ശാസ്ത്രജ്ഞന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അമീബ പോലും ഇല്ലാതെ, ഒരു പായൽ പോലും ഇല്ലാതെ കിടക്കുന്നതായ സമയത്ത് എൻ്റെ കർത്താവ് പറയുക, വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ. അടുത്ത പദപ്രയോഗമാണ് കർത്താവിൻ്റെ. യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു. അതെ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം പറയുകയാണ്, വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ. ആ ഒരൊറ്റ വാക്ക് എൻ്റെ കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്ന അതേ മാത്രയിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നതായ സമുദ്ര സർവേ അനുസരിച്ച് അതിൻ്റെ കണക്കിങ്ങനെയാണ്, 110 ലക്ഷം സൈസ് ജീവജാലങ്ങളെ ഇപ്പോൾ നാം എണ്ണിക്കഴിഞ്ഞു, എണ്ണപ്പെടാത്ത വേറെ. എൻ്റെ കർത്താവ് ഒരൊറ്റ വാക്ക് പറഞ്ഞു, വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ എന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോൾ 110 ലക്ഷം സൈസ് ജീവജാലങ്ങൾ ഈ വെള്ളത്തിൻ്റെ അകത്ത്, ഈ സമുദ്രത്തിൽ ഉണ്ടായി എങ്കിൽ ആ ദൈവത്തിൻ്റെ വാക്ക് അതേപടി അവിടെയെല്ലാം അനുസരിക്കുക. എന്നാൽ ഒന്ന് ചിന്തിച്ച്, അങ്ങനെ ദൈവത്തിൻ്റെ വചനം അപ്പോൾ തന്നെ അങ്ങനെ പ്രവൃത്തി മണ്ഡലത്തിൽ വരുന്നു എങ്കിൽ ആ കർത്താവ് എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞു നീ മാനസാന്തരപ്പെടണം? ആ കർത്താവ് എന്നോട് നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു ഒന്ന് സ്നാനപ്പെടണമെന്ന്? എത്രയോ പ്രാവശ്യം കർത്താവ് പറഞ്ഞു പാപം ചെയ്യരുതേ, മോഷ്ടിക്കരുതേ, വ്യഭിചരിക്കരുതേ, കള്ളസാക്ഷി പറയരുതേ, വിഗ്രഹാരാധനയ്ക്ക് പോകരുതേ എന്നൊക്കെ നമ്മുടെ കർത്താവ് എത്ര പ്രാവശ്യം എന്നോടും നിങ്ങളോടും പറഞ്ഞു. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, കർത്താവേ വാക്കാൽ സൃഷ്ടിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞത്. കാരണം വാക്കാൽ സൃഷ്ടിക്കുന്നതെല്ലാം ദൈവത്തിന് കൽപ്പനയ്ക്ക് അങ്ങനെ തന്നെ അനുസരിച്ച് നിൽക്കുന്നു. എന്നാൽ സ്വന്തമായി ദൈവം തമ്പുരാന്റെ ആ പുണ്യ കരം കൊണ്ട് നിർമ്മിക്കപ്പെട്ട നമ്മളാണ് അനുസരണക്കേട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പിന്നെ കൊണ്ട് തെളിയിക്കാതെ. ഇനി വെള്ളത്തിൽ മുഴുവനുണ്ടായി. അടുത്തൊരു പദപ്രയോഗമുണ്ട്, വെള്ളത്തിൽ വലിയ തിമിംഗലങ്ങളെയും ദൈവം സൃഷ്ടിച്ചു. അപ്പം ദൈവം വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം വലിപ്പം കാണണമല്ലോ. ഒരു തിമിംഗലത്തിന് എന്നാ വലിപ്പമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം നമുക്ക് മനസ്സിലാകത്തില്ല. ഈ വേള എൻ്റെ ഒരു കൂട്ടുകാരൻ പെണ്ണ് കാണാൻ പോയി. അവൻ പെണ്ണ് കണ്ടുവെച്ചു എന്ന് പറഞ്ഞ ഭാഷയുണ്ട്. ഇങ്ങനെ പറഞ്ഞത്, ആ പെണ്ണിനെ കണ്ടിട്ട് അത് തിമിംഗലം പോലെയാ ഇരിക്കുന്നത്. കാരണം പുള്ളിക്ക് തിമിംഗലമായിട്ടുള്ള ബന്ധം അത്രയേ ഉള്ളതുകൊണ്ട്, അല്ലെ അവരുടെ പരിചയം അത്രയേ ഉള്ളൂ. ഏതായാലും തിമിംഗലം പോലെയുള്ളതാകുന്ന ആൾക്കാരും ഒന്നും ഇവിടെ കാണാൻ സാധ്യതയില്ല. അതിന്റെ കണക്ക് ശ്രദ്ധിക്കുക. ഒരു നീലത്തിമിംഗലത്തിന് 100 അടി നീളവും 200 ടൺ തൂക്കവുമുണ്ട്. ഒരു നേരത്തെ അതിന് വയറ് നിറച്ച് ആഹാരം കഴിക്കണമെങ്കിൽ 8 ടണ്ണ് കഴിക്കണം. ഒരു നേരം അതിൻ്റെ കുഞ്ഞിന് കൊടുക്കുന്ന പാലിൻ്റെ കണക്ക് 640 ലിറ്ററാണ്. അതാ ഒരു തിമിംഗലം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം പറഞ്ഞു വലിയ തിമിംഗലങ്ങളെയും ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 100 അടി നീളവും 200 ടൺ തൂക്കവുമാണ് ഒരു നീല തിമിംഗലത്തിന്. ഒരു നേരം എൻ്റെ വയറ് നിറച്ച് ആഹാരം കഴിക്കണമെങ്കിൽ 8 ടണ്ണ്. നമുക്കാണല്ലോ ഒരു 2 ചപ്പാത്തി ഒരു ചിക്കനും ഉണ്ടെങ്കിൽ സുഖം. എന്നാൽ പുള്ളിക്ക് 8 ടണ്ണ് വേണം. അതുമാത്രമല്ല അതിൻ്റെ കുഞ്ഞിന് കൊടുക്കുന്ന ഒരു നേരം കൊടുക്കുന്ന പാലിൻ്റെ കണക്ക് 640 ലിറ്റർ. ഇതാണ് വലിയ തിമിംഗലം. എന്നാൽ ഈ തിമിംഗലത്തിനൊരു അബദ്ധം പറ്റി. അതായാലൊക്കെ രസകരം. ഈ 8 ടണ്ണ് കഴിച്ചാൽ ഒരു വിഷയവും ഇല്ലാത്തതാണ് തിമിംഗലം. 6 അടി നീളവും 60 കിലോ തൂക്കവുമുള്ള, പറഞ്ഞാൽ കേൾക്കുകയില്ലാത്ത, അനുസരിക്കുകയില്ലാത്ത ഒരു ഉപദേശിയെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ
വെട്ടി വിഴുങ്ങി. പ്രൈസലോ. തിമിംഗലം അന്ന് പറഞ്ഞു, ഇനി മേലാൽ ഈ സാധനത്തെ ഇനി കഴിക്കത്തില്ല, എനിക്ക് വേണ്ട. അല്ല, തിമിംഗലം സുല്ലിട്ട കാര്യം പറഞ്ഞു. തിമിംഗലം അന്ന് പറയുന്ന ഭാഷയുണ്ട്, ഇനി മേലാൽ എന്ത് ചെയ്യത്തില്ല. ആ പണ്ടാണ് സൂര്യചന്ദ്രന്മാർ ഉള്ളത്തോളം കാലം എന്ന് പറഞ്ഞ പോലെ ഈ സൈസിനെ ഇനി എന്ത് ചെയ്യത്തില്ല, എനിക്ക് വേണ്ട എന്ന് വെച്ചാൽ തിമിംഗലം തിരിപ്പിച്ചാൽ പോലും എന്ത് ചെയ്യത്തില്ല, ദഹിച്ചു മാറുന്ന സാധനമല്ല, മനുഷ്യനല്ല, അനുസരണം കെട്ടവൻ, പറഞ്ഞാൽ കേൾക്കാത്ത. ഇപ്പൊ ഈ അനുസരണം കെട്ട വ്യക്തി, പറഞ്ഞാൽ കേൾക്കാത്ത വ്യക്തിയെ തിമിംഗലം പോലും നോക്കിയാൽ ശരിയാകില്ലാത്തപ്പോൾ 10, 35, 40 കിലോ തൂക്കമുള്ള ഒരു ഉപദേശം നോക്കിയാൽ എന്നാ ശരിയാക്കാനാ? പിന്നെ നിൽക്കട്ടെ, അതെനിക്ക് വലിയ ചിന്തയുണ്ട്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, തിമിംഗലത്തിന് യാതൊരു വിദ്യാഭ്യാസവും ഇല്ല, അത് കോളേജിൽ പഠിച്ചിട്ടുമില്ല, അത് സയൻസും പഠിച്ചിട്ടില്ല, സ്കെച്ചും പ്ലാനും ഒന്നുമില്ല. ഇപ്പം തേക്കടിക്കൊന്ന് പോകണമെങ്കിൽ ഇവിടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഓരോ വളവിനും ഇങ്ങനെ ഓരോ ആരാമാർക്ക്, കോട്ടയം, മുണ്ടക്കയം, കോമളി, തേക്കടി, ഇങ്ങനെ ഇരിക്കുക ആരാമാർക്ക്. ഇതുപോലുള്ളതാണ് ഒരു സ്കെച്ചും ഒരു പ്ലാനും തിമിംഗലത്തിന് കൊടുത്തില്ല. ദൈവം എന്നൊരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഈ ഞാൻ പറഞ്ഞാൽ അനുസരിക്കുകയില്ലാത്ത ഈ പുള്ളിക്കാരനെ വെട്ടി വിഴുങ്ങി എന്ത് ചെയ്യണം, വലിയ ക്ഷതമൊന്നും ഏൽപ്പിക്കാതെ ഇവനെ കൊണ്ട് നിനിവയെ കൊണ്ടിട്ടേക്കാൻ പറഞ്ഞു. ഒരു കോളേജ് വിദ്യാഭ്യാസവും ഇല്ലാത്ത, ഒരു ബോർഡും വായിക്കാൻ അറിയാൻ മേലാത്ത, ഒരു സ്കെച്ചും പ്ലാനും ഇല്ലാത്തതായ അതേ തിമിംഗലം, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിനിവെ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ കൂടി പ്രസിഡന്റിനെ കൊണ്ട് മുമ്പിട്ട് കൊടുത്തു. നിനിവെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പ്രസിഡന്റിനോട് പറഞ്ഞു, ഇതാ സാധനം, ഇതെടുത്തോളം പറഞ്ഞു. കാരണം ഇവൻ തമ്പുരാനെ പറ്റിച്ചു പോയവനാണ്, ഞാൻ ഇവനെ ഫ്രീ ടിക്കറ്റ് കൊണ്ടുവന്ന് ഇട്ടിരിക്കുക. അപ്പോൾ തിമിംഗലം വരെ ദൈവത്തിന്റെ ആജ്ഞ അനുസരിക്കുന്നു. നമ്മളോ പ്രൈസലോ. തിമിംഗലം വരെ ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ തിമിംഗലം ഒരു ഇഞ്ചം കൂടി മാറത്തില്ല, അവൻ അതുപ്രകാരം തന്നെ നിന്നു. ഇതാണ് അവന്റെ വചനത്തിന്റെ ആ കടൽ സമുദ്ര വിഷയം. ഇനി അവിടെ ഒന്ന് പറയട്ടെ, ഈ കടലിൽ മത്സ്യങ്ങൾ ഉണ്ടാകുന്ന ചാകരയാണെന്ന്. ഒരിടത്ത് ചിലത് മത്തി എന്ന് പറയും, ചിലത് ചാള എന്ന് പറയും, എന്തിനാകട്ടെ, ചിലത് ചെമ്മീൻ. അപ്പൊ ഇങ്ങനെയുള്ള മത്സ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ചാകര എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ശാസ്ത്രജ്ഞന്മാർ 3-4 കൂട്ടം കാര്യം പറയുന്നത് ചാകര ഇങ്ങനെ ഉണ്ടാകുന്നു. മൺസൂൺ കാലഘട്ടത്തിൽ ഇവിടുന്നെല്ലാം എക്കെല്ലാം ചെല്ലുമ്പോൾ അതെല്ലാം കഴിക്കാൻ വേണ്ടി വരുന്നതാണ്, അതുപോലെ ചെമ്മാനം കാണും വരുന്നതാണ്, ഇതൊക്കെ പലതും പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അവർക്കൊരു സത്യം പറയുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ഒരു സത്യം പറയുവാൻ വിശുദ്ധ ബൈബിൾ തയ്യാറാണ്. അത് ഉൽപ്പത്തിയിൽ ദൈവം ഇങ്ങനെ പറഞ്ഞു, വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി, ആ പദമാണ് ഇന്നും ചാകരയായി നിൽക്കുന്നത്, കൂട്ടമായി. അന്നത്തെ ഒരൊറ്റ എഴുത്ത്, വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ എന്ന് എൻ്റെ കർത്താവ് പറഞ്ഞ വാക്കിന് ഈ 2010 ഒരു മാറ്റവുമില്ലാതെ ചാകര തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും ദൈവത്തിന്റെ പൈതല്. പ്രൈസലോ. ഞാൻ ചിന്തിക്കാറുണ്ട്, കർത്താവേ, ഭൂമിയിൽ ഒരു ചാകര പറഞ്ഞിരുന്നെങ്കിലോ. പട്ടി മുഴുവൻ ചാകരയായിരുന്നല്ലോ, പാമ്പ് ചാകരയായിരുന്നെങ്കിലോ, മനുഷ്യൻ ചാകരയായാലോ. കർത്താവ് പറഞ്ഞു, ഭൂമിയിൽ ഒരു ചാകരയും വേണ്ട, കടലിൽ എത്ര ചാകര ഉണ്ടാക്കിയാലും വെട്ടി വിഴുങ്ങാനുള്ളത് ഭൂമിയിൽ ഉണ്ടായിക്കോളും. പ്രൈസലോ. അപ്പോ ഒറ്റ വാക്കിൽ അവയും സൃഷ്ടിച്ചു. ഇനി അടുത്ത പദപ്രയോഗം നിങ്ങളുടെ വചനത്തിന്റെ ശക്തി. ഭൂമി നമുക്ക് ഒന്നുമില്ല, മരുഭൂമിയായി കിടക്കുകയാണ്. ആ ഭൂമിയിലേക്ക് നോക്കിയിട്ട് എൻ്റെ കർത്താവ് പറയുകയാണ്, ഭൂമിയിൽ അതാതരം സസ്യാദികൾ ഫലപുഷ്ടിയുള്ളതെല്ലാം മുളച്ചു വരട്ടെ. ഒറ്റ വാക്ക. അങ്ങനെ മുളച്ചു വരട്ടെ എന്നെ കർത്താവ് പറഞ്ഞു. അവയെല്ലാം മുളച്ചു വന്നു മാത്രമല്ല, അന്നത്തെ ആ ഒരൊറ്റ ദിവസം തന്നെ എൻ്റെ ഫലം കാണണം. സന്ധ്യയായി വിഷുതുമായി ദിവസം മാറുക. അങ്ങനെയാണേ എങ്കിൽ ആ ഒരൊറ്റ ദിവസം തന്നെ തെങ്ങ് തേങ്ങായുമായി ദൈവസന്നിധി വരണം, മാവ് മാങ്ങായുമായി ദൈവസന്നിധി വരണം, നാരകൻ നാരങ്ങായുമായി ദൈവസന്നിധി വരണം, റോസപ്പൂവുമായി ദൈവസന്നിധി വരണം. എൻ്റെ ദൈവം തമ്പുരാൻ കൊലയ്ക്കാത്തൊരു വാഴയെ നോക്കിയിട്ട് നല്ലതെന്ന് പറയത്തില്ല, കായ്ക്കാത്തൊരു തെങ്ങിനെ നോക്കിയിട്ട് നല്ലതെന്ന് പറയത്തില്ല. അവൻ ഫലം കണ്ടിട്ട് മാത്രമേ നല്ലതെന്ന് പറയുള്ളൂവെങ്കിൽ, അതെല്ലാം മാവ് നിറച്ച് മാങ്ങാപ്പഴവും, അത് റോസ നിറച്ച് റോസപ്പൂവും, നാരകം നിറച്ച് നാരങ്ങായുമായി നിൽക്കുന്ന സമയത്ത് എൻ്റെ ദൈവം ഫലത്തെ കണ്ടിട്ട് പറയുകയാണ്, നല്ലതേ എന്ന് ദൈവം കണ്ടു.
നല്ലതേ എന്ന് ദൈവം കണ്ടു. ഒരു മനുഷ്യനെ നോക്കിയിട്ട് അവരെ ഏത് ഡ്രസ്സാ ധരിച്ചിരിക്കുന്നത്, അവര് ഏത് കളറുള്ള വ്യക്തിയാണ്, പൊക്കമെന്നാണ്ട്